ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിൽ മലക്കം മറിഞ്ഞ് സ്വകാര്യ വസ്തുവിന്റെ ഉടമ ഏബ്രഹാം കലമണ്ണിൽ. പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഏബ്രഹാം വ്യക്തമാക്കി. നാട്ടുകാർക്കും സർക്കാരിന് വിമാനത്താവളം വേണ്ടെന്നും ഏബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഇത് നാട്ടുകാർക്കും വേണ്ട, ഗവൺമെന്റും വേണ്ടത്. ഞാനെന്താ എയർപോർട്ട് ഉണ്ടാക്കുന്നത്? എന്നെ പോലത്തെ വ്യക്തിയാണ് എയർപോർട്ട് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ ആഗ്രഹത്തെ മനസ്സിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ വിട്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവികമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും 15 കൊല്ലം കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ ആർമ വന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, നമ്മൾ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തതാണ്. ഇപ്പോൾ ഇവിടെ സ്വകാര്യ വസ്തുവിന്റെ ഉടമ അദ്ദേഹമാണ് ഏബ്രഹാം കലമണ്ണിൽ. അങ്ങേരാണ് ഡ്രോൺ സർവേ അടക്കം അവിടെ നടത്തി വീണ്ടും വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തുടങ്ങിയ നടപടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് ഇതിന് നമുക്കറിയാം സുപ്രീം കോടതി നേരത്തെ അനുമതി നിഷേധിച്ചതാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ ഒക്കെ അനുമതി നിഷേധിച്ച ഒരു വിമാനത്താവള പദ്ധതിയാണ്. അവിടെ ചില ഭൂമാഫിയകളുടെ ഇടപെടൽ ഒക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇടപെടലിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഇപ്പോൾ ഏബ്രഹാം കലമണ്ണിൽ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ വാക്കുകൾ വിശ്വസിക്കാമോ? പൂർണ്ണമായും ഈ നീക്കത്തിൽ നിന്നും ഏബ്രഹാം കലമണ്ണിൽ പിന്മാറുകയാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗോകുൽ? വിനോദ്, ഈ കഴിഞ്ഞ ദിവസം ആ ഡ്രോൺ സർവേ നടത്തിയതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം അടക്കം ഈ പദ്ധതിയുമായി ആദ്യഘട്ടത്തിൽ ഏബ്രഹാം കലമണ്ണിനോടൊപ്പം പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ വിവാദമായതിനു ശേഷം ഡ്രോൺ സർവേ നടത്തി വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നതിന് ശേഷം കോൺഗ്രസ് നേതൃത്വം കൂടി അയാളെ കൈയൊഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഇനി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു U-turn ഈ ഏബ്രഹാം കലമണ്ണിൽ അടിച്ചിരിക്കുന്നത്. അതായത് അല്പസമയം മുമ്പാണ് അയാൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു ഡ്രോൺ സർവേ നടത്തുകയില്ല, തുടർ നടപടികൾ നടത്തുകയില്ല, പദ്ധതിയുമായിട്ട് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമം ഉപേക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഏബ്രഹാം കലമണ്ണിൽ അറിയിച്ചിരിക്കുന്നത്. മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എയറോനോട്ടിക്കൽ കോളേജിൻ്റെ ഉടമ കൂടിയിട്ടാണ് ഈ ഏബ്രഹാം കലമണ്ണിൽ. അയാൾ പറയുന്നത് തൻ്റെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വിമാനത്താവളം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എയർ സ്ട്രിപ്പ് വരികയാണെങ്കിൽ നന്നാവും. അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ, ഈ ഡ്രോൺ സർവേ നടപടികൾ നടത്തിയതാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇനി എന്തായാലും ഇത് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയില്ല. കാരണം ഈ പദ്ധതി ജനങ്ങൾക്ക് വേണ്ട, സർക്കാരിന് വേണ്ട, പിന്നെ താൻ എന്നുള്ള വ്യക്തിക്ക് മാത്രമാണോ ഇതിൻ്റെ ആവശ്യം എന്നുള്ളതായിരുന്നു അയാളുടെ ഓഡിയോ സന്ദേശത്തിൽ അയാൾ പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും താൻ ഈ പദ്ധതിയെ ഉപേക്ഷിക്കുകയാണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഏബ്രഹാം കലമണ്ണിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇത് കോൺഗ്രസ് നേതൃത്വം കൂടി, നേതാക്കൾ കൂടി കൈവിട്ടതിൻ്റെ സാഹചര്യത്തിലാണ് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ഉറച്ച് ബോധ്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തായാലും ഈ രീതിയിലൊരു നിലപാട് മാറ്റം ഏബ്രഹാം കലമണ്ണിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാർക്ക് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യാപകമായിട്ട് നടപടികളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ ഡ്രോൺ സർവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ഉണ്ടായ ഒരു സാഹചര്യം കൂടിയിട്ടാണ് നിലനിൽക്കുന്നത്. ഒപ്പം BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനടക്കം ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസവും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്നതുപോലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ള സൂചന, താക്കീത് കുമ്മനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് മന്ത്രി റോജി M. ജോണും അതോടൊപ്പം തന്നെ ആന്റണി MP അബിൻ വർക്കി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഏബ്രഹാം കലമണ്ണിലിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് സർക്കാരിനില്ല, അത് ഡ്രോൺ സർവേ നടത്തിയത് ഏബ്രഹാം കലമണ്ണിലിൻ്റെ സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ കുറ്റങ്ങളും ഏബ്രഹാം കലമണ്ണിലിൻ്റെ തലയിൽ വെച്ച് കിട്ടുന്നൊരു നിലപാട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് എന്തായാലും ഏബ്രഹാം കലമണ്ണിൽ പൂർണ്ണമായിട്ടും ഈ പദ്ധതിയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള നിലപാട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് സ്വകാര്യ വസ്തുവിന്റെ ഉടമ, അവിടെ സ്വകാര്യ വസ്തുവിൽ ഡ്രോൺ സർവേ നടത്തിയ വ്യക്തി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.